മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് അതേപോലെ തന്നെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ ഓഫ് അഡ്വർടൈസിങ് മെസ്സേജ് ടു മേക്ക് ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ്. ഓഡിയൻസിനിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ ഓഫ് അഡ്വർടൈസിങ് മെസ്സേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്വർടൈസിങ് കോപ്പി എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇൻ ഓൾഡൻ ഡേയ്സ് ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ഓൺലി റിട്ടൺ മാറ്റർ. സാധാരണ പണ്ട് കാലത്ത് ഇതിനെ കോപ്പി എന്നതിൽ റിട്ടൺ മാറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇൻ പ്രസൻറ്റ് ടൈംസ് ഇറ്റ് ഇൻക്ലൂഡ്സ് സോ മെനി ടേംസ്. ദാറ്റ് ഈസ് റിട്ടൺ മാറ്റർ ആവാം, അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് ആകാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ ലേബൽസ് ആകാം, അല്ലെങ്കിൽ ഡിസൈൻസ് ആകാം, ഹെഡ്ലൈൻസ് ആവാം, സബ് ഹെഡ്ലൈൻസ് ആകാം, നെയിം ആകാം, അഡ്രസ്സ് ഓഫ് അഡ്വർടൈസർ, ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഒരു അഡ്വർടൈസിങ് കോപ്പി എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രസൻറ്റേഷൻ ഓഫ് അഡ്വർടൈസിങ് മെസ്സേജ് ടു മേക്ക് ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ്. ഓക്കെ, ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ് കോപ്പി നോക്കുക. അതായത് അഡ്വർടൈസിങ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ഈസ് ദി വേർഡ്സ് മെസ്സേജ് ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് വെദർ ഫോർ പ്രിൻ്റ്, റേഡിയോ ഓർ ടെലിവിഷൻ. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ കണ്ടൻറ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിനെ ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മെസ്സേജുകളാകാം, റിട്ടൺ മെസ്സേജുകളാകാം, ഇനി സ്പോക്കൺ വേർഡ്സുകളാകാം, അല്ലെങ്കിൽ പിക്ചേഴ്സുകളാകാം, അല്ലെങ്കിൽ ഡിസൈനുകളാകാം, ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയുടെ എലമെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് എൻ അഡ്വർടൈസിങ് കോപ്പി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹെഡിങ്. ഓക്കെ, ഒന്നാമത്തെ വരേണ്ടത് എന്താണ്, ഹെഡിങ് ആണ്. ഇറ്റ് ഈസ് ജനറലി റിട്ടേൺ ഫസ്റ്റ് ആൻഡ് ടോപ്പ് പാർട്ട് ഓഫ് എൻ ആഡ് കോപ്പി. അതായത് നമ്മളൊരു ആഡ് കോപ്പിയുടെ ഏറ്റവും ടോപ്പ് പാർട്ടിലാണ് എന്തിനെ കാണിക്കുന്നത്, ഫസ്റ്റായിട്ട് ടോപ്പിലാണ് ഹെഡിങ്ങിനെ നമ്മൾ കാണിക്കുന്നത്. ഇറ്റ് മേ ബി വേർഡ് ആകാം, അല്ലെങ്കിൽ ഫ്രേസ് ആവാം, അല്ലെങ്കിൽ ഈവൻ എ ക്വസ്റ്റ്യൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ ഉണ്ടായിരിക്കേണ്ട ഐറ്റം ഏതാണ്, ഹെഡിങ് ആണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ആൻഡ് ടോപ്പ് ആയിട്ടാണ്, ആഡ് കോപ്പിയുടെ ടോപ്പിലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് തീം എന്ന് പറയുന്നത്. അതായത് തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഐഡിയ യൂസ്ഡ് ഇൻ ആൻ ആഡ് കോപ്പി. ഒരു ആഡ് കോപ്പിയുടെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ എന്താണോ അതിനെയാണ് നമ്മൾ തീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ആഡ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്, മെയിൻ തീം എന്താണോ എന്നുള്ളത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഡിസ്റ്റിങ്റ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നമ്മൾ അതിൽ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ആഡ് കോപ്പിയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എലമെൻ്റ് തീമാണ്. അതായത് തീം മീൻസ് ഇറ്റ് ഈസ് എ സെൻട്രൽ ഐഡിയ യൂസ്ഡ് ഇൻ ആൻ ആഡ് കോപ്പിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഡിസ്റ്റിങ്റ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആർട്ട് വർക്ക് ഇൻക്ലൂഡ്സ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ലേ ഔട്ട്. രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ് അബൌട്ട് ദി പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫാണ്. ദെൻ ഇതിൻ്റെ ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇല്ലുസ്ട്രേഷൻ, ഹെഡ്ലൈൻസ്, സബ് ഹെഡ്ലൈൻസ്, ബോഡി കോപ്പി, സിഗ്നേച്ചർ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് എന്താണ്, ആർട്ട് വർക്കാണ്. അതിൽ ഇല്ലുസ്ട്രേഷനും അതായത് ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ അതിൻ്റെ ലേ ഔട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് സബ് ഹെഡിങ്. ഓക്കെ, ഈ ഒരു സബ് ഹെഡിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ലിങ്ക് ദി ഹെഡിങ് ആൻഡ് ബോഡി കോപ്പി. ബോഡി കോപ്പിയും അതേപോലെ തന്നെ ഹെഡിങ്ങും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംടൈംസ് ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് ഹെഡിങ് ഓഫ് ദി അഡ്വർടൈസ്മെന്റ്. ഓക്കെ, യൂഷ്വലി ഇറ്റ് ഈസ് ഗിവൺ ബിലോ ദി ഇല്ലുസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ്റെ താഴെയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ സബ് ഹെഡിങ് ആണ് മറ്റൊരു എലമെൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബോഡി കോപ്പി എന്ന് പറയുന്നത്.
അതായത് ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഓർ പാരഗ്രാഫ് ഓർ സെവറൽ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് ആൻഡ് ക്ലോസിംഗ് പാരഗ്രാഫ്. അതായത് ഈ ഒരു ബോഡി കോപ്പിയിലാണ് മെയിൻ കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ് എന്താണോ ആ ഒരു മെയിൻ കണ്ടൻറ്റ് ഇതിലാണ് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകളും ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ ഒരു ബോഡി കോപ്പി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതായത് സിഗ്നേച്ചർ ഇൻക്ലൂഡ്സ് ഫേംസ്, ട്രേഡ് മാർക്ക്, ലോഗോ, നെയിം ആൻഡ് അഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സിഗ്നേച്ചർ എന്ന് പറയുന്ന എലമെൻറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് എൻ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. ഹെഡിങ്, തീം, ആർട്ട് വർക്ക്, സബ് ഹെഡിങ്, ബോഡി കോപ്പി ആൻഡ് സിഗ്നേച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ക്വാളിറ്റീസ് അതല്ലെങ്കിൽ റിക്വസിറ്റ്സ് ഓഫ് എ ഗുഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ, നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ റിക്വസിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറലി സക്സസ് ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് വിജയിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റർ കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ ഡ്രാഫ്റ്റിംഗ് ആൻ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. അതായത് എ ഗുഡ് ഓർ എഫക്റ്റീവ് കോപ്പി ക്രിയേറ്റ്സ് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് എമംഗ് ദി കൺസ്യൂമേഴ്സ് ടുവാർഡ്സ് ദി പ്രോഡക്റ്റ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ദം ടു ബൈ. ഓക്കെ, അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയാണ് സാധാരണ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ ഇടയിൽ ഒരു ഫേവറബിൾ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വാളിറ്റീസ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് അറ്റൻഷൻ വാല്യൂ. ഒരു ഗുഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളിൽ ഒന്നാമത്തത് എന്താണ്? അറ്റൻഷൻ വാല്യൂ ആണ്. അതായത് an advertisement copy must be prepared so well that it may be attract the attention of even voluntary readers. അതായത് നമ്മൾ സാധാരണ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് വായിക്കാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു ദി ഡിസൈൻ ഓർ ലേ ഔട്ട് ഓഫ് എൻ ആഡ് കോപ്പി. ഒരു ആഡ് കോപ്പിയുടെ ഡിസൈൻ അതല്ലെങ്കിൽ അതിൻ്റെ ലേ ഔട്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, പെട്ടെന്ന് കസ്റ്റമേഴ്സിന് അട്രാക്ഷൻ വരുന്ന രീതിയിലായിരിക്കണം ഒരു ഗുഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ബോൾഡ് ഹെൽഡൈൻ ആയിരിക്കണം. അതിൻ്റെ കളർ മിക്സ് ഐഡിയൽ ആയിരിക്കണം. ചില സമയത്ത് ചില സ്ലോഗൻ വെച്ചുകൊണ്ടായിരിക്കും അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇങ്ങനെയുള്ള ഒരു സ്ലോഗൻസോ അതേപോലെയുള്ള അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? അറ്റൻഷൻ വാല്യൂ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വാളിറ്റി ആണ് സജഷൻ വാല്യൂ. അതായത് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്, അതല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. കസ്റ്റമേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജ് അതല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ സ്പെസിഫൈ ചെയ്യണം. ദറ്റ് ഈസ് സജസ്റ്റ് ദി യൂട്ടിലിറ്റി ഓർ അഡ്വാൻറ്റേജ് ഓഫ് ബൈയിങ് എ പ്രോഡക്റ്റ്. ഓക്കെ, ദിസ് ഈസ് സജഷൻ വാല്യൂ. ഇതിനെയാണ് നമ്മൾ സജഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റിറ്റൻഷൻ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ അത് ഓർമ്മിക്കുവാനുള്ള എന്തെങ്കിലും ഒരു വാല്യൂ ഏതിലുണ്ടായിരിക്കണം? നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ ഉണ്ടായിരിക്കണം. അതായത് an ad copy should create a lasting impression on the mind of readers and viewers about the product. For this purpose, repeated advertising is an effective method of ക്രിയേറ്റിംഗ് എ റിട്ടൻഷൻ. ഓക്കെ, നമ്മൾ സാധാരണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് അത് കൺസ്യൂമറുടെ മൈൻഡിൽ ഒരു റിട്ടൻഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് മറ്റൊരു വാല്യൂ വരുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റീസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കൺവിക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ആഡ് കോപ്പി കൊടുക്കുന്ന സമയത്ത്
readers should be convinced that the statement given in the ad copy are true and accurate. നമ്മൾ കൊടുത്തിരിക്കുന്ന ആഡ് കോപ്പിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥമായിട്ടും അത് ശരിയാണ്, ആക്യുറേറ്റ് എന്നുള്ള ഒരു ദൃഢവിശ്വാസം കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദി കൺവിക്ഷൻ വാല്യൂ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി convincing and believable. Generally, for increasing the conviction value, some organization may be given guarantee. Okay, ചില സമയത്ത് നമുക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഗ്യാരണ്ടി നൽകുന്നത് ഇറ്റ് ഈസ് ഫോർ ക്രിയേറ്റിംഗ് കൺവിക്ഷൻ വാല്യൂ, ഒരു ബിലീവബിൾ അല്ലെങ്കിൽ ഒരു ദൃഢവിശ്വാസം അല്ലെങ്കിൽ ഒരു ട്രൂ ആൻഡ് ആക്യുറേറ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് ഇത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷണൽ വാല്യൂ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഹൗ ടു യൂസ് ഇറ്റ്, ദെൻ വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ആഡ് കോപ്പിയിൽ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് എഡ്യൂക്കേഷണൽ വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ആഡ് കോപ്പി ഹാസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ in influencing the mind of a consumers and inducing them to act immediately. അതായത് സാധാരണ ജനറലി ഹ്യൂമൻ ബീങ് ആർ സെൻറ്റിമെൻ്റൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ആഡ് കോപ്പി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻസ്റ്റിങ്ക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റിങ്ക്റ്റീവ് വാല്യൂ മീൻസ് ദി നാച്ചുറൽ ടെൻഡൻസിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ടൈം ടു ടൈം. ഓക്കെ, ഓരോ സമയത്തും അതേപോലെ തന്നെ ഓരോ പേഴ്സൺ അനുസരിച്ചും ഇതിനെ മാറിക്കൊണ്ടേയിരിക്കും നാച്ചുറൽ ടെൻഡൻസീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു നാച്ചുറൽ ടെൻഡൻസിയെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ടെൻഡൻസി ഇൻക്ലൂഡ് ബ്യൂട്ടി, ഹെൽത്ത്, ലവ്, സിമ്പതി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. An advertiser must carefully consider the insights of the human being. ഓക്കെ, സാധാരണയുള്ള മനുഷ്യന്മാരുടെ ഇൻസിക്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, പരിഗണിച്ചിട്ട് വേണം നമ്മുടെ ആഡ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് അതർ ഫാക്ടേഴ്സ്. ഇനി ഇതല്ലാത്ത ബാക്കിയുള്ള കുറേ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന ആഡ് കോപ്പി അതെന്തായിരിക്കണം, മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ബ്രീഫ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ ഓരോ സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ സംതിങ് ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം കോമ്പറ്റേറ്റീവ്സ്. കോമ്പറ്റേറ്റീവ്സിൽ നിന്നും മാറ്റമുള്ള ഒരു പുതിയ എന്തെങ്കിലും കണ്ടന്റുകളായിരിക്കണം ആ ഒരു ആഡ് കോപ്പിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ എ കോമൺ ലാംഗ്വേജ്. ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആഡ് കോപ്പി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദി ക്വാളിറ്റീസ് ഓർ റിക്വസിറ്റ്സ് ഓഫ് എ ആഡ് കോപ്പി. ദറ്റ് ഈസ് ഏതൊക്കെയാണ്, അറ്റൻഷൻ വാല്യൂ, സജഷൻ വാല്യൂ, റിട്ടൻഷൻ വാല്യൂ, കൺവിക്ഷൻ വാല്യൂ, എഡ്യൂക്കേഷണൽ വാല്യൂ, സെൻറ്റിമെൻ്റൽ വാല്യൂ, ഇൻസ്റ്റിങ്ക്റ്റീവ് വാല്യൂ, അതർ ഫാക്ടേഴ്സ്. ഓക്കെ.